കൊറിയർ കവർ വാങ്ങി വെച്ചതിന് ശേഷം ശരിക്കുള്ള പ്രശ്നം വന്നത് ഇത് ആർക്കയക്കാനാണെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ കൊല്ലത്തുള്ള ഒരു ഫ്രണ്ട് മെറ്റീരിയൽ അയച്ചു തന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചയക്കാനെന്ന് പറഞ്ഞ് തന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണിത്. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ആദ്യമായിട്ടല്ലേ ഇത് കൊറിയർ ചെയ്യാൻ കൊറിയർ കവറിനകത്തൊക്കെ ഇട്ട് അയക്കുന്നത്. ഞാൻ ഈ യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്. പക്ഷേ ഈ പാക്കറ്റ് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്രസ്സ് ഇടുന്ന പൗച്ചിൻ്റെ ഗമ്മിന് വളരെ ക്വാളിറ്റി കുറവാണ്. അത് പെട്ടെന്ന് ഇങ്ങ് അഴിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് ഇടുന്ന പൗച്ചിൻ്റെ തൊട്ട് മുകളിലായിട്ട് അല്ലാതെ പൗച്ചിൻ്റെ ഫുൾ കവർ ചെയ്ത് ഒട്ടിക്കുന്ന ഒരു ഗ്ലൂ ഇല്ലേ, അതിന് നല്ല ക്വാളിറ്റി. അപ്പം അതിൻ്റെ മുകളിലോട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചാണ് ഞാനിത് അയച്ചത്. പിന്നെ ആദ്യത്തേതായതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടി തോന്നിയ കാരണം നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ 2 പാക്കറ്റിലാക്കിയാണ് ഇത് അയച്ചത്. പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ എത്തി. അതിനുശേഷം ഒരു പാക്കറ്റേ ചെയ്യാറുള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള കവർ തന്നെയാണ്. പിന്നെ അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് കൊറിയർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. പക്ഷേ ഇതല്ല, സെക്കൻഡ് പൗച്ചാണ് ഞാൻ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ചത് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴല്ല ഒട്ടിച്ചത്. പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ കൊറിയർ സർവീസിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ എക്സ്ട്രാ ഒരു പാക്കറ്റ് കയ്യിൽ കരുതിയിട്ടുള്ളതുകൊണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ അത് ഒരു കവറും കൂടെ ചെയ്തിട്ട് അയക്കാനായിട്ട് പറ്റി. കാരണം പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോഴാണ് ഈ പൗച്ച് ഇളകി വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്.